ബൈബിൾ സ്റ്റഡിക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് യോശുവ എന്ന പുസ്തകം. അതിന്റെ രൂപരേഖയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബൈബിൾ പ്രോജക്റ്റുകാരുടെ നല്ല വീഡിയോയും ഇന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യം മനസ്സിലാകും. പഴയ നിയമ പുസ്തകത്തിന്റെ അടുക്കനുസരിച്ച് ഇത് 6ാമത്തെ പുസ്തകമാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം, ഈ ദേശം കൈവശമാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ യോർഡാൻ കടന്ന് അക്കരെ വന്ന് അവരെ ആ ദേശത്തുള്ള ദേശവാസികളെ കീഴടക്കുന്നു. യുദ്ധത്തിന്റെ പരാജയങ്ങൾ, കീഴടക്കിയ കനാന്യർ, കീഴടക്കാത്തതിന്റെ ദോഷങ്ങൾ, ഇതെല്ലാം ഈ ബുക്കിൽ പറയുന്നുണ്ട്. സ്ഥലം പകുത്തെടുക്കുന്ന കാര്യമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ യോശുവയുടെ പുസ്തകത്തിലുണ്ട്. ഒരു മോശയ്ക്ക് ശേഷം അടുത്തൊരു മോശയായിട്ട് വരുന്നത് മോശയുടെ ദാസനായിരുന്ന യോശുവയാണ്. ആ ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ ബെസ്റ്റ് പുസ്തകമാണ്. മോശ മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് സീനായിൽ വെച്ച് അവർക്ക് വേണ്ടുന്ന കൽപ്പനയൊക്കെ വാങ്ങിക്കൊടുത്ത് മരുഭൂമിയിൽ അവരെ ഒരു രാഷ്ട്രമായി ഒരുക്കി അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞ രാജ്യത്തെ അല്ലെങ്കിൽ ആ കനാൻ ദേശത്തെ കൈവശമാക്കുവാൻ തക്കവണ്ണം ഒരു ന്യൂ ലീഡറിനെ കൂടാക്കി ദൈവം മോശയോട് പറഞ്ഞ പ്രകാരമാണ് ചെയ്തത്. അപ്പോൾ തന്നെ യോശുവോട് ദൈവം പറഞ്ഞു, ഞാൻ മോശയോടുകൂടി ഇരുന്ന പോലെ നിന്നോടുകൂടി ഇരിക്കും. അപ്പോൾ ഒരു അടുത്ത മോസസ് ജോഷുവ ജനറേഷൻ, ജോഷുവയുടെ തലമുറ, ജോഷുവയും കാലേബും ഒഴിച്ച് മറ്റെല്ലാവരും 20 വയസ്സിന് മേളോട്ടുള്ളവരെല്ലാവരും മരിച്ചുപോയി. ഒരു ദുഃഖസത്യമാണ്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം മുൻപോട്ട് വരുന്നു, യുദ്ധം ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കുവാനുണ്ട് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന്. അവിടെയുള്ള കനാന്യരെ എന്തുകൊണ്ട് അവരെ നിഗ്രഹിച്ചു ദൈവം എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ദൈവം സ്നേഹവാനല്ലേ? അതിന് കാരണമുണ്ട്. ദൈവം വെച്ച പ്രമാണങ്ങൾ എന്നുവെച്ചാൽ ദൈവീയ പ്രമാണമല്ലാതെ ലോക തത്വങ്ങളെ പോലും മറന്ന് പാപപ്രവൃത്തി ചെയ്യുന്ന ജനങ്ങളായിരുന്നു കനാനിലുള്ളവർ. കൊച്ചു കുഞ്ഞുങ്ങളെ അനാശാസ്യമായ കാര്യത്തിന് ഉപയോഗിക്കുന്നു. വിവാഹമോചനം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറയുവാൻ അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ പാപങ്ങൾ അപ്രകാരമായിരുന്നു. റോമാലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പാപത്തിന്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ട്. സോതോമിയ പാപത്തെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ വളരെയുണ്ട്. പാപം തലമുറകളെ ബാധിക്കുന്ന വിഷയമാണ്. രണ്ടാമത് കുഞ്ഞുങ്ങളെ സാക്രിഫൈസ് ചെയ്യുക, തലമുറയെ അനുഗ്രഹത്തിന് വേണ്ടി അനാചാരങ്ങളും. അതുപോലെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു വന്ന ഇന്ത്യയിലെ കുട്ടിക്കാലത്തെ വിവാഹം നടത്തുന്ന സമ്പ്രദായങ്ങൾ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ തീക്കുണ്ടത്തിൽ ചാടി മരിക്കണം, ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിലോ അങ്ങനെയുള്ളൊരു ആചാര അല്ലെങ്കിൽ തത്വത്തിന് നമ്മൾ അധീനരായി പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അടിമകളായിരുന്നെങ്കിൽ എന്ത് ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വന്നേനെ. അങ്ങനെ മനുഷ്യനെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന അനേക വിഷയങ്ങൾ ആ ദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദേശനിവാസികളെ നിഗ്രഹിച്ച ശേഷം ദൈവം പുതിയ ദൈവിക പ്രമാണം അനുസരിച്ച് ഒരു തലമുറയോ രാഷ്ട്രത്തെ വാർത്തെടുക്കുകയാണ് ലോകത്തിന് വേണ്ടിയിട്ടൂടെ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ന്യായാധിപന്മാരുടെ കാലത്ത് ആ കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒന്ന് നോക്കിക്കേ. യോശുവ ഈ ജനത്തെ ഒരുക്കി കൊണ്ടുവരുന്നു. മോശ ചെങ്കടൽ വിഭാഗിച്ച് ജനത്തെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ യോശുവയുടെ കാലത്ത് ഈ യോർദാൻ ഇന്നേക്ക് നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ. ഒരു 4000 വർഷത്തിന് മുമ്പ് നടന്ന ചരിത്രമാകുമ്പോൾ 4000 വർഷം കൊണ്ട് ഈ ലാൻഡ്സ്കേപ്പിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നൊക്കെ വലിയ ഒഴുക്കുണ്ടായിരുന്ന ആ യോർദാൻ ഇപ്പം ചെറിയ തോടായി മാറി എന്നാണ് അനുഭവസ്ഥർ കണ്ടിട്ടുള്ളവർ പറയുന്നത്. എന്നാൽ അന്ന് അതൊരു വലിയ വിഷയമായിരുന്നു. അതിനെ ഉണക്കി ഇല്ലെങ്കിൽ അതിനെ വിഭാഗിച്ച് ജനത്തെ അക്കരെ കൊണ്ടുവരുന്നു. ആദ്യത്തെ യുദ്ധം വളരെ രസമാണ്. ആരാധനയിൽ കൂടെ കീഴടങ്ങുക, ഇല്ലെങ്കിൽ അവർ എരിയോ കോട്ടയ്ക്ക് വലം വെച്ച് ദൈവത്തിന്റെ പ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് അതിനെ കീഴടക്കിയവരാണ്. അപ്പോൾ അവരുടെ യുദ്ധങ്ങളൊക്കെ തന്നെ
അവരെ കൊണ്ട് ചെയ്യാതെ തന്നെ ദൈവികമായ യുദ്ധങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അനേക കാര്യങ്ങൾ യോശുവയുടെ പുസ്തകത്തിലുണ്ട്. യോശുവ എന്ന് പറഞ്ഞാൽ രക്ഷകൻ, അതുപോലെ തന്നെ യേശുവ, ഇങ്ങനെയുള്ള പദങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. 6-ാമത്തെ പുസ്തകമാണ്. ഇതിൻ്റെ ഒരു രൂപരേഖയാണ് ഈ ബൈബിൾ പ്രോജക്റ്റിൽ കാണുന്നത്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പുസ്തകങ്ങളുടെ അടുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിലെ ഓരോ വാക്യങ്ങളും അതിലെ അർത്ഥങ്ങൾ, എല്ലാത്തിനും പല അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ ലോകപരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, ആത്മീയമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഈ ലോകത്തിൽ തന്നെ സ്വർഗീയമാകുന്ന ചില വിഷയങ്ങളുടെ ഒരു ചെറിയ രൂപരേഖയാണ് ഭൂമിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അക്കരെ കടന്ന ജനത്തിന് ചരട വെച്ച് അളന്ന് അവർക്ക് വാഗ്ദത്ത ഭൂമി ഗോത്രമായിട്ട് കിട്ടുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ബുക്കിലുണ്ട്. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ബോറിങ്ങോടാണ്, എന്നാൽ ശ്രദ്ധിച്ച് വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്കും ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. The book of Joshua. Let's back up and remember the story so far. So God chose Abraham, and then his family became the people of Israel, who are then enslaved down in Egypt. And so through Moses, God rescued Israel out of Egypt. He made a covenant with them at Mount Sinai, and he brought them through the wilderness. So Israel then camped outside the promised land, and Moses called them to obey God's commands so that they could show all the other nations what God is like. The book of Joshua picks up right after Moses has died, and Israel's ready to enter the land. So the story of Joshua is designed with 4 main movements. Joshua first leads Israel into the promised land, and then once they're there, they meet all this hostility from the Canaanites, and so they engage them in battle. Then after their victories, Joshua divides up the promised land as the inheritance for the 12 tribes, and then the book concludes with these final speeches that Joshua gives to the people. So let's dive in and we'll see how all of it flows together. The first section begins with Moses' death, and Joshua is appointed as Israel's new leader. And the author intentionally presents Joshua as a new Moses. So like Moses, Joshua calls the people to obey the Torah, which means the covenant commands that they were given at Mount Sinai. And then Joshua sends spies into the land, just as Moses did back in Numbers chapters 13 and 14, except it goes way better this time. In fact, even some Canaanites turn and follow the God of Israel. Joshua then leads all Israel across the Jordan River and into the land. Just like the sea parted for Moses in the Exodus, so here the river Jordan parts and the priests carry the Ark of the Covenant across, leading all Israel with them. Now, in chapter 5, the story transitions. So the people look back to their roots as God's covenant people, and so the new generation is circumcised and they celebrate their first Passover in the land. But then they turn and prepare to go forward. And Joshua has this crazy encounter with a mysterious warrior, who, it turns out, is the angelic commander of God's army. And Joshua asks, "Are you for us or are you for our enemies?" And the warrior responds, "Neither." Which shows that the real question here is whether Joshua is on God's side. It makes clear that this whole story is not about Israel versus the Canaanites. Rather, this is God's battle, and Israel is going to play the role of spectators or sometimes supporters in God's plan, which leads to the next section. We find stories about all these conflicts that Israel had with different Canaanite groups. And the first part retells the story of 2 battles in detail, and that's followed by a series of short stories that condense years of battles into a few brief summaries. So the first 2 battles are against Jericho and then Ai, and they offer these contrasting portraits of God's faithfulness versus Israel's failure. At Jericho, Israel is to take a completely passive approach. So they let God's presence in the ark lead them around the city to music for 6 days. And just like Rahab turned to the God of Israel, maybe the people of Jericho would do the same, but they don't. And so on the 7th day, the priests blow the trumpets and the walls come falling down, leading Israel to victory. The point of the story is that God is the one who will deliver his people. Israel simply needs to trust and wait. Now, the next story of the battle at Ai makes the opposite point. So there's this Israelite named Achan, and he steals from Jericho some of the devoted goods that were to belong to God alone, and then he lies about it. It's a pretty lame move after all that God has done for Israel. And so Israel goes into battle with the city of Ai, and they're totally defeated. And it's only after humble repentance and severely dealing with Achan's sin that Israel gains victory. And so together, these 2 stories, they're placed right up front
to make an important point. If Israel is going to inherit the land, they have to be obedient and trust in God's commands. They don't get special treatment. Now, the second part of this section begins with the Gibeonites, a Canaanite people group, and they do just what Rahab did as they turn to follow the God of Israel and they make peace with Israel. This is in contrast to all of these other Canaanite kings who start to form alliances and coalitions, and they want to destroy Israel. So Israel engages them in battle, and they win by a landslide. And so this whole section concludes with this summary list of all of these victories won by Moses and then by Joshua. Now, let's stop for a second, because odds are that these stories and the violence in them, they're going to bother you. And if you're a follower of Jesus, you're bound to wonder, like, didn't Jesus say to love your enemies? Why is God declaring war here? So first, why the Canaanites? The main reasons are actually given earlier in the biblical story. It's that the culture of the Canaanites had become extremely morally corrupt, especially when it comes to sex. Go check out Leviticus chapter 18. And they also widely practiced child sacrifice. Go see Deuteronomy chapter 12. And so God didn't want these practices to influence Israel. The Canaanites had to go. Which raises the second question. Did God actually command the destruction of all the Canaanites, like a genocide? So at first glance, you look at the phrases used in these stories. They totally destroyed them. They left no survivor or anything that breathed. But when you look a second time more closely, you'll see that these phrases are clearly hyperbole and not literal. So go back to the original command about the Canaanites in Deuteronomy chapter 7. Israel is first told to drive out the Canaanites, but then to totally destroy them. And then that's followed by commands to not intermarry with them or enter into business deals with them. So you can't marry someone that you've destroyed. I think you get the point. The same idea applies to the stories in Joshua. Look closely. So for example, we're told in Joshua chapter 10 that Israel left no survivors in the cities of Hebron or Debir. But then later in chapter 15, we see these towns and they're still populated by Canaanites. And so what we're seeing is that Joshua fits in with other ancient battle accounts by using non-literal hyperbolic language as part of the narrative style. And so the word genocide doesn't actually fit what we see here, especially in light of the stories about the Canaanites who did turn to the God of Israel, like Rahab or the Gibeonites. God was open to those who would turn to him. The last thing to think about is that these stories mark a unique moment in Israel's history. These battles were limited to the handful of people groups living in the land of Canaan. With all other nations, Israel was commanded by God to pursue peace. Go read Deuteronomy chapter 20. So the purpose of these battle stories was never to tell you, the reader, to go commit violence in God's name. Rather, they show God bringing his justice on human evil at a unique moment in history and how he delivered Israel from being annihilated by the Canaanites. Now, let's go back to the book's design. After years of battles, we see an aging Joshua, and he starts dividing up the land for the 12 tribes of Israel. And most of this section is like lists of boundary lines. And let's be honest, it's kind of boring. It's like reading a map that has no pictures. But for the Israelites, these lists were super important. This was the fulfillment of God's ancient promises to Abraham that his descendants would inherit the promised land. And so now it was all coming to pass right down to the detail, which leads to the final section. Joshua gives two speeches to the people that are very similar to the final speeches of Moses in Deuteronomy. Joshua reminds them of God's generosity, how he brought them into the land and rescued them from the Canaanites. And so he calls them to turn away from the Canaanite gods and be faithful to the covenant they made. If they do, it will lead to life and blessing in the land. But if they're unfaithful, Israel will call down on itself the same divine judgment that the Canaanites experienced. They'll be kicked off the land into exile. And so Joshua leaves Israel with a choice. What is Israel going to do? That's the big question that looms as the story ends, and that's the book of Joshua. എങ്ങനെയുണ്ടായി ഈ ബൈബിൾ പ്രോജക്റ്റ്? നന്നായി അവരതിനെ നറേറ്റ് ചെയ്യുന്നില്ലേ? നമുക്ക് ആവശ്യത്തിനുള്ളതല്ല ഇതിൻ്റെ അകത്തുണ്ട്. അവർ പ്രധാന യുദ്ധങ്ങൾ, തെക്കേ ദേശത്തെ യുദ്ധങ്ങൾ, വടക്കേ ദേശത്തെ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ യുദ്ധങ്ങളുടെ ജയവും പരാജയവും, വടക്ക് പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ, സങ്കേത നഗരങ്ങൾ, മോശ അവർക്ക് കൊടുത്ത ആ പ്രമാണം അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൂ പ്രിന്റ് മൊത്തം അവര് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹീതമായി
എല്ലാവർക്കും എല്ലാം കിട്ടത്തക്കവണ്ണം പൊതു താല്പര്യം, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ ഈ ദേശത്തെ, അവർ വന്ന ജനത്തിന് മുഴുവനും താമസിക്കത്തക്ക രീതിയിൽ ആ ദേശം അവർ കുറെ കൈവശമാക്കി. ഒരു വാർ ആൻഡ് പീസ്, ഒരു സമാധാനം കൂടെ വരുന്നുണ്ട്. എന്നാൽ വീണ്ടും ദേശം കിടപ്പുണ്ട്. യോശുവ ഇപ്പം വൃദ്ധനായി. എന്നാൽ ദൈവം പറയുന്ന ഒരു പ്രമാണം കൂടെ ശ്രദ്ധിച്ചോണം. മൊത്തം ജനത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, ഇവര് കുറേശ്ശെ എന്ന് വെച്ചാൽ ലാൻഡ് താമസിക്കുവാനായിട്ട്. ഇപ്പോൾ ഇന്ത്യയിലെ നോർത്തേൺ പാർട്ടില്, കേരളത്തിലാണെങ്കിൽ വലിയ പാടാ ഇപ്പൊ സ്ഥലം കിട്ടാനില്ല. നോർത്തേൺ പാർട്ടില്, അമേരിക്കയില് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വസിക്കത്തക്ക ഭൂമി ഇന്നും റോ ആയിട്ട് വളരെ വെർജിൻ ലാൻഡ് കിടപ്പുണ്ട്. അതിനെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കുന്നത് പോലെ ആ ബുദ്ധികളൊക്കെ ഇവിടെയുള്ള ലോകത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വചനം വായിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിപ്പാനും വരാനുള്ള ലോകത്ത് ജീവിപ്പാനുമുള്ള എല്ലാ ബുദ്ധിയും ജ്ഞാനവും എല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേശ്ശെ ഈ ആൾക്കാരെ, അപ്പൊ കുറേശ്ശെ അപ്പൊ ആൾക്കാർക്ക് വർധനയും ഉണ്ടാകണം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ വർധന ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവരുടെ ഇടയിൽ വർധന ഉണ്ടാകുമ്പോൾ ഇവരിങ്ങനെ കുറേശ്ശെ കീഴടക്കി എടുക്കണം. അതായിരുന്നു കൊടുത്ത പ്രമാണം. എന്നാൽ ഇവർക്ക് എന്ത് പറ്റിയെന്നറിയാമോ? ഇവർക്ക് വന്നു കീഴടങ്ങി യുദ്ധവും സമാധാനമായി ന്യായാധിപന്മാരുടെ കാലത്ത് വന്നപ്പം ആർക്കും യുദ്ധം ചെയ്യണ്ട, ആർക്കും ഒരു പ്രോഗ്രസീവായി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം അവർക്ക് ഇല്ലാതെ വന്ന് ഈ ജനം വർദ്ധിക്കാൻ തുടങ്ങി. ദൈവം അവരെ പെട്ടെന്ന് നശിപ്പിക്കാതിരുന്നത് കാടായിട്ട് കിടന്ന് കാട്ടുമൃഗങ്ങളൊക്കെ വർദ്ധിച്ച് ഇവർക്ക് ഉപദ്രവം ഉണ്ടാകാതെ മനുഷ്യന് താമസിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് വെച്ചത്. എന്നിട്ട് അവരെ കുറേയും ഇവര് വർദ്ധിക്കുകയും ചെയ്യണം. അതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. അല്ല, അതെല്ലാം ഷാറ്റേഡായി പോകുന്നുണ്ട് തുടർന്നുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, യോശുവ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾ തുടരണം. യുദ്ധം ഇനി ദേശം കിടപ്പുണ്ട്. നീ ഇപ്പൊ വയസ്സനായി. ദൈവം പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, നിനക്ക് പോകാനുള്ള സമയമായി. തുടർന്ന് യോശുവയെ പോലെ ഇല്ലെങ്കിൽ മോശയ്ക്ക് ശേഷം യോശുവ വന്നതുപോലെ യോശുവയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ പിൻഗാമികൾ ഉണ്ടായിരുന്നു? ഇല്ല എന്ന് ഞാൻ പറയുന്നു. ഉണ്ടായിട്ടുണ്ട് ന്യായാധിപന്മാർ. അതുപോലെയുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ അതുപോലെയുള്ള ലീഡർഷിപ്പ് വന്നില്ല. ലീഡർഷിപ്പ് പരാജയപ്പെടുന്ന എവിടാന്നറിയാമോ? നമ്മൾക്ക് ശേഷം നമ്മുടെ വിശ്വാസം അടുത്ത തലമുറയിൽപ്പെട്ടവരോ അതിനെ നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് ആ കാര്യങ്ങൾ കൊണ്ടുപോകത്തക്കവണ്ണം അവരെ എക്യുപ്പ് ചെയ്യണം. മോശ യോശുവയെ അതുപോലെ പർവ്വതത്തിൽ കയറുമ്പോൾ ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ട് അതിനെ കൊല്ലണം, അങ്ങനെ പ്രമാണം. പക്ഷെ മോശയുടെ കൂടെ യോശുവ ഉണ്ടായിരുന്നു. അഹരോനെ വിളിച്ചതായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ യോശുവയെ കൂട്ടിക്കൊണ്ടു വരാനൊന്നും പറയുന്ന ചില ഭാഗങ്ങളില്ല. പക്ഷെ അവിടെയും യോശുവയും ഈ പർവ്വതത്തിൽ ഉണ്ടായിരുന്നു. ദൈവം എന്നെ കണ്ടില്ലേ? അപ്പൊ ദൈവത്തിന് അറിയാമായിരുന്നു യോശുവയ്ക്ക് ഒരു പ്രത്യേക എക്സംഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ലീഡർഷിപ്പിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ദൈവം നമുക്ക് ചില ആത്മീയമായ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ എക്സസൈസ് ചെയ്യിക്കും. അതിന്റെ അർത്ഥം നമുക്ക് ആ അതോറിറ്റി ലഭിച്ചെന്നല്ല, അതോറിറ്റി ലഭിക്കും. ഒരു ദിവസം ആ കോളിംഗ് ഉണ്ടാവും. പക്ഷെ കോളിങ്ങിലേക്കുള്ള ഒരു ട്രെയിനിങ് പീരീഡ്. അതുപോലെയാണ് പണ്ടുള്ള ദൈവദാസന്മാർ അവരുടെ കൂടെ കൊണ്ട് നടന്ന് ആ ഇമ്പാർട്ടേഷൻ, ആ പകർച്ച അവർക്ക് കൊടുത്തു, ആ ട്രെയിനിങ് അവർക്ക് കൊടുത്തു, ആ പഠനവും പഠിപ്പീരുകളും കൊടുത്തു, ആ ചട്ടങ്ങളും കൊടുത്തു. അങ്ങനെയാണ് കൊണ്ടുവന്നത്. എന്നാൽ പിൻതലമുറ വന്ന് യോശുവയ്ക്ക് ശേഷം വന്നപ്പോൾ ഫീനഹാസ് ആണ് മഹാപുരോഹിതനായിട്ട് വന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൂന്നാം തലമുറയിലേക്ക് വന്നു. അതിനുശേഷം നമുക്കറിയാം വളരെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ന്യായാധിപന്മാരുടെ കാലത്തിലേക്ക് അത് പോയി. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും. ലാൻഡ് പിന്നെ അവർ കോൺകർ ചെയ്യുന്നില്ല, ഭരണം അവർ ചെയ്യാതെ വണ്ണം ദേശത്തുള്ള ജാതികൾ എന്തെന്നറിയാമോ? ഇവരെ കീഴടക്കാൻ തുടങ്ങി. ഒന്നി നാം അവരെ കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നമ്മെ കീഴടക്കും. അങ്ങനെ ഒരു പാഠം കൂടെ പഠിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ ഈ ജാതികളുടെ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ അതൊരു പാപം ഒന്ന്. രണ്ടാമത് അവരുടെ കുഞ്ഞുങ്ങളെ അന്യദേവന്മാർക്ക് മൃഗത്തെ ബലി കഴിക്കുന്ന പോലെ കഴിച്ചു. വലിയ ബിംബം, ചുട്ടുപഴുത്ത ബിംബത്തിന്റെ കരത്തിൽ കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുക. കൊലപാതകങ്ങൾക്ക് സമമായി.
അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവര് മറന്നുപോയി. അപ്പോൾ അതിന് തക്ക ലീഡർഷിപ്പോ അല്ലെങ്കിൽ അതിന് തക്ക നേതൃത്വമോ അവർക്ക് കിട്ടിയില്ല എന്നും യോശുവയുടെ പുസ്തകം അവസാനത്തോട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് നല്ലൊരു പാഠമാണ്. ഇത് യോശുവയുടെ പുസ്തകം രക്ഷകൻ യേശുക്രിസ്തുവിന് തുല്യനായി നിൽക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനുമായിട്ട് പഠിക്കുമ്പോൾ താരതമ്യ പഠനം പഠിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പാപത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ അന്ധകാര ലോകത്തിൽ നിന്ന് നമ്മെ, ഇല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഫാറോവിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചതുപോലെ ഈ ലോകത്തിന്റെ അജ്ഞത, അറിവുകേടുകള്, അതുപോലെ അനാചാരങ്ങള്, അന്ധവിശ്വാസങ്ങൾ, ഭയങ്ങൾ, വിഗ്രഹാരാധന പല രീതിയിലുണ്ട്, പാപ സ്വഭാവങ്ങൾ, ഇതിൻ്റെ അകത്തെല്ലാം അടിമകളായിരുന്ന, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം നാം അതിൻ്റെ അകത്ത് കീഴ്പ്പെട്ടിരുന്ന, അതിൻ്റെ അകത്ത് അമർന്നുപോയ നമ്മെ യേശുക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തി പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് ദൈവപുത്രന്റെ അനുഗ്രഹങ്ങൾ തന്ന് നമുക്ക് ഈ ലോകത്തിലുള്ള കനാനല്ല, വരുവാനുള്ള ഒരു വലിയ ഭാഗ്യം, അല്ലെങ്കിൽ നിത്യത, അല്ലെങ്കിൽ ആ വരാൻ പോകുന്ന സ്വർഗീയ കനാൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അബ്രഹാം ഈ ലോകപ്രകാരം ജീവിച്ചെങ്കിലും ഈ ലോകത്തിലുള്ള കനാൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് പിൻതലമുറയ്ക്ക് കിട്ടിയെങ്കിലും അബ്രഹാമിന്റെ കാര്യം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവം ശില്പിയായി പണിത ഒരു പട്ടണം, അതിനെ നോക്കിയാണ് തന്റെ യാത്ര ചെയ്തതെന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7 പറയുന്നുണ്ട്, ഒരടി ഭൂമി പോലും തനിക്കില്ലായിരുന്നു. തന്റെ ഭാര്യ മരിക്കുമ്പോൾ അടക്കുവാൻ തക്കവണ്ണം പണം കൊടുത്ത് മേടിച്ച ഒരു ഗുഹ മാത്രമേ ഉള്ളായിരുന്നു തനിക്ക്. അതിന് വേദപുസ്തകം അങ്ങനെ പറയുന്നത്. പക്ഷെ തനിക്ക് വാഗ്ദത്തം കിട്ടിയതാണ്, തന്റെ മക്കൾക്ക് കിട്ടി. എന്നാൽ അബ്രഹാം ഒരു നല്ല റോൾ മോഡലായിരുന്നു. വിശ്വാസിയുടെ പിതാവ് എന്ന് പറയുന്നതിന് പല കാര്യങ്ങളുണ്ട്. അതിൽ ഇതും ആ കൂട്ടത്തിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ട്. താൻ ഈ ലോകത്തിൽ വാഗ്ദത്ത സന്തതികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം താൻ ശില്പിയായി പണിതതും അടിസ്ഥാനമിട്ട ഒരു പുതിയ പട്ടണം ന്യൂ ജെറുസലേം. പഴയ നിയമത്തെ ന്യൂ ജെറുസലേം എന്ന് പറയുന്നില്ല, എങ്കിലും ന്യൂ ജെറുസലേമിന് വേണ്ടി കാത്തിരുന്നു. ഈ ലോകത്തിലും വരുവാനുള്ളതിലും സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അതിനെതിരായി യുദ്ധം ചെയ്ത, ആത്മീയ യുദ്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, വളർത്തി യുദ്ധം ചെയ്യുന്ന കാര്യമല്ല, മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുകയും ഉത്തേജനം നൽകുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ ആദ്യം തന്നെ വായിക്കുമ്പോൾ വളരെ ത്രില്ലാണ്. ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തരം നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കായി തന്ന കർത്താവ് അതോടുകൂടി സകലവും നൽകും. തുടർന്ന് നമുക്ക് വചനം പഠിക്കണം. അടുത്ത ആഴ്ച വരുന്നിടം വരെയും കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.